SSLC ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുമോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ അവസാനം വരെയും കാണാം മക്കളെ. ആദ്യം തന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം, ഉത്തരം തരാം. യെസ്, ഉണ്ടാകും. ഈ വർഷത്തെ നമ്മുടെ സ്കീം ഓഫ് വർക്ക് പരിശോധിച്ചാൽ, സ്കീം ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ മാസങ്ങളിലും സ്കൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്ത് തീർക്കണം എന്നുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. ആ സ്കീം ഓഫ് വർക്ക് നമ്മൾ പരിശോധിച്ചാൽ മൂന്നാമത്തെ ചാപ്റ്റർ ഓഗസ്റ്റിൽ എടുത്ത് തീർക്കണം എന്നില്ല, അതിൻ്റെ പകുതിയെങ്കിലും ഓഗസ്റ്റിൽ തീർന്നിട്ടുണ്ടാവണം എന്നാണ്. സോ ഓട്ടോമാറ്റിക്കലി സെപ്റ്റംബറിൽ ഓണപരീക്ഷ വരുമ്പോൾ ഈ ഓഗസ്റ്റിൽ പഠിച്ച മൂന്നാമത്തെ ചാപ്റ്റർ പരീക്ഷയിലുണ്ടാവുമോ? പരീക്ഷയിലുണ്ടാവും. അപ്പോൾ ഓണപരീക്ഷയിൽ ഈ മൂന്നാമത്തെ ചാപ്റ്ററിന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ? വളരെയധികം ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സാർ ഈ ഫുൾ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരിക്കലും ഇല്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട, വീണ്ടും നമ്മൾ സ്കീം ഓഫ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ പകുതി ഈ ചാപ്റ്റർ പഠിക്കുകയും ബാക്കി പകുതി സെപ്റ്റംബറിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾ ഫുൾ ചാപ്റ്റർ നിങ്ങൾ ഓണപരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. അങ്ങനെയാണ് സാർ എവിടെ വരെയായിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരെയായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുവരെ വരാൻ സാധ്യതയുള്ളൂ. അതിനുശേഷമുള്ള ടോപ്പിക്സിന് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മ്യൂച്വൽ ഇൻഡക്ഷൻ വരെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സേഫ് ആണ്. സാർ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുക? ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്കൂളിൽ എടുത്തപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 1 മണിക്കൂർ കൊണ്ട് ഈ ഓണപരീക്ഷയുടെ സിലബസ് മാത്രം ഞാൻ ലൈവായിട്ട് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളത് പഠിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 കയറി വരാം. ഇനി നിങ്ങളുടെ മനസ്സിൽ വേറൊരു ചോദ്യം ഉണ്ടാകുന്നതായിരിക്കും, സാർ എൻ്റെ സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ എന്തിനാണ് ഇത് പഠിക്കേണ്ട ആവശ്യം? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SSLC ഓണപരീക്ഷയുടെ പേപ്പർ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സോ സ്കൂളോ അല്ല. അത് നമ്മുടെ ഗവൺമെൻറ് ആണ് സെറ്റ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. +1 +2 അങ്ങനെയല്ല. +1 +2 സ്കൂൾ തലത്തിലാണ് പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതിയോ? പക്ഷേ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ പോരാ. എന്താണോ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി പേപ്പർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചത്, അതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അതിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഓക്കെ, അതുകൊണ്ട് പ്രോപ്പറായി പഠിക്കുക. അതിനുള്ള സൊല്യൂഷൻ വളരെ സിമ്പിളാണ് മക്കളെ. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ കയറി വരിക. ഓക്കെ, ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് പോവുക. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാനും അതുപോലെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നിടുക. യെസ് എന്നിടുന്നതിനോടൊപ്പം തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ എടുത്താൽ മാത്രം പോരാ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, പഠിച്ച് തീർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ മറക്കരുത്, ഇന്ന് വൈകുന്നേരം 7:30 ആയിരിക്കും നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലൈവ്. ഒറ്റ മണിക്കൂർ, വേറെ ഒന്നും ഇല്ല, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കൂടുതൽ. ഓക്കെ, വന്നിരിക്കുക. ഫുൾ ചാപ്റ്റർ ഓണപരീക്ഷകളുടെ സിലബസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനോടൊപ്പം ഒരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട് മക്കളെ. നമ്മുടെ ഇസാറ്റ് എക്സാമിനേഷൻ, അതായത് നെക്സ്റ്റ് ഇയർ എക്സാമിനറിൻ്റെ നീറ്റ് കോച്ചിങ്ങും JEE കോച്ചിങ്ങും എക്സാമിനറിനോടൊപ്പം ഓഫ്ലൈൻ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് ഇസാറ്റ് എക്സാമിനേഷൻ. ആ ഇസാറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. കാരണം മറ്റൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവില്ല. രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്കിനി ലൈവിൽ വൈകുന്നേരം കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.